മാലിന്യങ്ങളാലും പാഴ്ത്തുണികളാലും നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ് പമ്പാ നദി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച 3-ാം ദിവസമാണ് പമ്പാ തീരത്ത് ടൺ കണക്കിന് പാഴ്ത്തുണികൾ നദിയിൽ നിന്ന് സംഭരിച്ചത്. സ്നാനം കഴിഞ്ഞ് തീർത്ഥാടകർ നദിയിൽ വസ്ത്രം വലിച്ചെറിയരുതെന്ന ബോധവൽക്കരണമൊന്നും ഇക്കുറിയും ഫലവത്തായിട്ടില്ല. ഗോകുൽനാഥ് കാട്ടിത്തരും അവിടെ എന്താണ് നിലവിലെ സാഹചര്യം. മണ്ഡല തീർത്ഥാടന കാലം ആരംഭിച്ച് 3-ാം ദിവസം പമ്പയുടെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും തുണികളുടെ വലിയ കൂമ്പാരമുണ്ട്. ഈ കറുപ്പണിഞ്ഞു വരുന്ന അയ്യപ്പന്മാർ, ഭക്തന്മാർ പലപ്പോഴും ഈ അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്നവർ പലരും പമ്പയിൽ തന്നെ തുണി ഉപേക്ഷിച്ച് പോകുന്ന ഒരു ശീലം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ടുണ്ട്. ആ ശീലത്തിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോഴും ഈ തുണികൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 1-2 കൂനയല്ല, പലയിടത്തും നിരവധി കൂനകളാണ് ഇത്തരത്തിൽ കൂമ്പാരമായി മാറിക്കൊണ്ട് ഇരിക്കുന്നതെന്നുള്ളതാണ്. പമ്പയിൽ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ കളക്ഷൻ പോയിന്റുകളുണ്ട്. അവിടെ ഓരോ സന്നദ്ധ പ്രവർത്തകരും ഇത്തരത്തിൽ തുണികൾ മാറ്റുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാമി, എവിടെ നിന്നാണ് സ്വാമി വരുന്നേ? കമ്പം. ഒരുപാട് തുണി എല്ലാ ദിവസവും പൊതുവെ ആരാ ഇത് കൊണ്ടിടുന്നത്? ഇത് കൊണ്ടത് തമിഴ്നാട്ടുകാരാ. അത് മൊത്തം എടുക്കും. എടുത്ത് എന്താണിത്? മറ്റേ കൈലി മുണ്ടാണ്, മുണ്ട്, കൈലി മുണ്ട്, ഷർട്ട് എല്ലാം കൊണ്ടുപോയി കത്തിക്കും. കൊണ്ടുപോയി കത്തിക്കും. കത്തിക്കുകയാണ് ചെയ്യുന്നത്. വേസ്റ്റ് മെറ്റീരിയലായിട്ട് വേറെ പ്രൊഡക്ഷൻ ഒന്നും ഇല്ല. അല്ല കത്തിക്കുന്നത് ഇപ്പോൾ എവിടെ കത്തിക്കുന്ന അറിയത്തില്ല. നേരത്തെ തമിഴ്നാട്ടിൽ കത്തിക്കാറുണ്ട്. ഫോണുള്ള വേറെ ആരും എടുത്തായിരുന്നു. അങ്ങനെ കാട്ട് ചെയ്തതാണല്ലേ. അപ്പോൾ എന്തായാലും 1-2 കൂനയല്ല, ഒരുപാട് കൂനകളാണ് ഈ പമ്പാ തീരത്ത് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പമ്പ നദിയിലേക്ക് നോക്കുമ്പോഴും അറിയാം, പലയിടങ്ങളിലും ഇത്തരത്തിൽ കറുത്ത തുണികളൊക്കെ കിടക്കുന്നതായിട്ട് കാണാം. ഇതെല്ലാം കളക്ട് ചെയ്യാൻ മുൻപ് കളക്ഷൻ പോയിന്റുകൾ ഉണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു. ഇപ്പോഴും സന്നദ്ധ പ്രവർത്തകർ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും അത് പൂർണ്ണമായും മാറ്റണമെങ്കിൽ വലിയ രീതിയിൽ തന്നെ വലിയ പ്രയത്നം ആവശ്യമുള്ള ഒരു ജോലി തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു കൂനയല്ല, പലയിടങ്ങളിലായി നിരവധി കൂനകളാണ് പമ്പാ തീരത്ത് ഒരു പ്രദേശത്ത് നിന്ന് അങ്ങേ അറ്റം വരെയുള്ള പ്രദേശങ്ങളിലേക്ക് നീണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം തന്നെ രൂക്ഷമാണ് പമ്പയുടെയും അവസ്ഥ എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, ശബരിമല.